ഇന്ത്യ സഹകരിച്ചാൽ കൊടും ഭീകരരെ ഇന്ത്യക്ക് വിട്ടു നൽകാമെന്നാണ് പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്ത്രം എന്താണ്? ഇനി ജലം ലഭിക്കാത്തത് കൊണ്ട് വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുന്നുണ്ടല്ലോ, അതിനുവേണ്ടിയായിരിക്കുമോ? അതാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ തലവനാണ് ബിലാവൽ ഭൂട്ടോ. അവരിപ്പോൾ പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇത്തരം ചില ഗിമ്മിക്കുകൾ പൊതുവെ പ്രതിപക്ഷത്തിരിക്കുന്നവർ കാണിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ ഈ അൽ ജസീറ എന്ന ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പ്രസ്താവിച്ചത്. അതായത് ഈ ഇന്ത്യ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ കൊടും ഭീകരരായ ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയും ഒക്കെ വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകും എന്ന്. ഈ ധൈര്യം സമ്മതിക്കണല്ലേ? അതെ, ചിലപ്പോൾ അമ്മേരെ ഗതിതന്റെ മകനും വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി, കാരണം രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ നിന്ന് പിഴയ്ക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പം ഇയാൾ മുൻ വിദേശകാര്യമന്ത്രിയാണ്. അങ്ങനെ മുൻ വിദേശകാര്യമന്ത്രിയായ ബിലാവൽ ഭൂട്ടോ പറയുകയാണ്, ഇന്ത്യ സഹകരിക്കുകയാണെങ്കിൽ ഇവരെ വിട്ടുകൊടുക്കാം, സർക്കാരിനെ വിട്ടുകൊടുക്കാം, സർക്കാർ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ്. അതായത് ഇവരെ വിട്ടുകൊടുക്കാനുള്ള ഒരു നീക്കത്തെ പാക് സർക്കാർ എതിർക്കില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. അതായത് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇവരെ വിട്ടു. അതിന് ഇന്ത്യ എന്താ ചെയ്യേണ്ടത്? ഈ തെളിവുകൾ, സാക്ഷികളെ കൃത്യമായിട്ട് പാകിസ്ഥാനിൽ എത്തിക്കണം. കൊള്ളാം, നന്നായി. അവരെ ഇന്ത്യയുടെ അതിർത്തി കിടക്കുമ്പോൾ തന്നെ തട്ടാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ഈ സാക്ഷികളെയൊക്കെ ഇവരെങ്ങനെ, എന്തടിസ്ഥാനത്തിൽ, എന്ത് സുരക്ഷ മുൻനിർത്തി അവിടെ എത്തിക്കും? ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ അടവ് നയമാണെന്ന് വ്യക്തമാണ്. ഒരേ സമയം പാക് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാം, ഈ ഭീകരന്മാരെ സമ്മർദ്ദത്തിലാക്കാം. കാരണം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തലവനാണ് പറയുന്നത്, നേതാവാണ് പറയുന്നത് ഇവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ നാളെ ഇനി ഇയാളെങ്ങാനും അധികാരത്തിൽ വന്നാൽ ഇവരെ വിട്ടുകൊടുത്താലോ? മാത്രമല്ല ഈ നാഷണൽ കൗണ്ടർ ടെററിസം അതോറിറ്റി ഉണ്ടല്ലോ പാകിസ്ഥാനിലെ, അവർ ഈ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദിനെയും നിരോധിച്ചിട്ടുണ്ട്. ഇത് ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നു എന്നൊക്കെയുള്ള കുറ്റം ആരോപിച്ചാണ് അവരെ നിരോധിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദും ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മസൂദ് അസറുമാണെന്ന് അവർ പറയുന്നു. ഇത് ആരാണെങ്കിലും ഇവരെല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെ നിരോധിക്കുകയും അതിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരെ, ഇപ്പം ഹാഫിസ് സയ്യിദിനെ തടവിലാക്കിയിരിക്കുന്നു എന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. വീട്ടുതടങ്കലിലാണ്, പാക് പട്ടാളമാണ് കാവൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ അവിടെ പോയി ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ പാകിസ്ഥാൻ്റെ നിലപാട്, ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ്റെ നിലപാടൊക്കെ വിശദീകരിക്കാൻ പോയ സംഘത്തെ നയിച്ചത് ബിലാവൽ ഭൂട്ടോയാണ്, മുൻ വിദേശകാര്യമന്ത്രിയാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഈ ആഗോള ഭീകരതയെക്കുറിച്ചും ഈ മസൂദ് അസറിനെ കുറിച്ചും അതുപോലെ ഹാഫിസ് സയ്യിദിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഘടനകളെ നിരോധിച്ചിരിക്കുകയാണ്, ഇവരെ പിടികൂടാൻ മസൂദ് അസറിനെ കിട്ടിയിട്ടില്ല, ഹാഫിസ് സയ്യിദ് തടങ്കലിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മസൂദ് അസർ എവിടെയാണെന്ന് നമുക്കറിയില്ല എന്നാണ് നമ്മൾ മുമ്പും ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഇയാളിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ചർച്ചയ്ക്കെല്ലാം ശേഷം ഈ അൽ ജസീറയോട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ പറയുന്നത് ഇന്ത്യ സഹകരിച്ചാൽ ഇവരെ വിട്ടയക്കാം. അപ്പോൾ ഇന്ത്യ അങ്ങനെയാണെങ്കിൽ സഹകരിക്കാൻ തയ്യാറായിട്ട് പാക് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തും. പാക് സർക്കാരിന് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവരെ വിട്ടുകൊടുത്താൽ അത് പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. ഈ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, നമുക്കറിയാം. അപ്പോൾ അവിടെ അല്ല, പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യയുടെ അതൊരു ആവശ്യമാണല്ലോ. ഇന്ത്യ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന സംഭവമാണ് ഇത്. ഈ രണ്ട് കൊടും ഭീകരരെ ഇന്ത്യക്ക് വിട്ടു നൽകണം. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യ ആരെയാണ് പ്രധാനമായി ലക്ഷ്യമിട്ടതെന്ന്. കാരണം ആരുടെ കുടുംബാംഗങ്ങളെയാണ് നഷ്ടമായതെന്നും. അതെ, മസൂദ് അസറിനെ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. പക്ഷെ തലനാഴിലേക്ക് അയാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ എന്തായാലും ഈ ബിലാവൽ ഭൂട്ടോ പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് പക്ക രാഷ്ട്രീയമാണ്. ഈ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിച്ച ഒരു തന്ത്രമായിട്ടാണ് അതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ
മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും ഇന്ത്യ സഹകരിക്കാൻ തയ്യാറായാൽ വിട്ടുകൊടുക്കുന്ന കാര്യം പാക് സർക്കാർ എതിർക്കില്ല എന്നൊക്കെ ഇയാൾ പറയുമ്പോൾ ഈ സർക്കാരിനെതിരെ അവിടെ വലിയ പ്രക്ഷോഭം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവനും ഈ ഹാഫിസ് സയ്യിദിനെയും മസൂദ് അസറിനെയൊക്കെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ കൂട്ടർക്ക് എതിരായിട്ട് വരുന്ന ഏത് നടപടിയെയും അവർ പല്ലും നഖവും ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് നമ്മൾ പാക് ജനതയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഹീറോകളാണ് ഇവർ. കാരണം എല്ലാ കാലത്തും ഒരു ഇന്ത്യ വിരോധം ജീവവായുവാക്കിയിരിക്കുന്ന, ഇന്ത്യ വിരോധം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് പാകിസ്ഥാനിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ഇന്ത്യ വിരോധം കത്തിച്ച് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മസൂദ് അസറും ഹാഫിസ് സയ്യിദും ഒക്കെ അവരെ സംബന്ധിച്ച് വീരതാരങ്ങളാണ്, ഹീറോകളാണ്. അവരതുകൊണ്ട് അവരെ ആരാധിക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവരെ ഇന്ത്യ സഹകരിച്ചാൽ അവരെ വിട്ടുകൊടുക്കാൻ പാക് സർക്കാർ എതിർക്കില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഷഹബാസ് ഷെറീഫിനുള്ളൊരു ആപ്പാണ്. ആ ഷഹബാസ് ഷെറീഫിൻ്റെ സർക്കാരിനെതിരായ ഒരു സാധനമാണ് ആ വച്ചിരിക്കുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഇനി ഈ ബിലാവൽ ഭൂട്ടോ പറയുന്നത് പോലെ ഈ സർക്കാർ ഇങ്ങനെ വല്ലതും ചെയ്യുമോ, അമേരിക്കയുടെ സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങി ഇന്ത്യയെ പേടിച്ച് ഇനി ഇവരെ വിട്ടുകൊടുക്കുമോ എന്നൊരു ഭയം ഇവരെ ആരാധിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഉണ്ടാവും. അതാണ് ബിലാവൽ ഭൂട്ടോയുടെ ലക്ഷ്യവും. പിന്നെ ഈ പറഞ്ഞതുപോലെ അയാൾ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. ഈ ആഗോള ഭീകരതയുടെ ഒരു പരീക്ഷണശാലയാണ് പാകിസ്ഥാൻ, നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്ക് സഹായം ചെയ്യുന്നത് ഈ ചാരസംഘടനയായ ISIയെയും പാകിസ്ഥാൻ സൈന്യവുമാണ്. ഈ സൈന്യത്തിൻ്റെയും ISIയുടെയും പുറത്ത് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് വലിയ നിയന്ത്രണങ്ങളില്ല. ശരിക്കും അവരാണ് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം സൈന്യമുണ്ട്, പക്ഷെ സൈന്യത്തിനൊരു രാഷ്ട്രം ഉണ്ടാവും. അല്ല, ഇത്തരം ഒരു നിലപാടിലൂടെ സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ്. സൈന്യത്തെയും വെല്ലുവിളിക്കുകയാണ് ബിലാവൽ ഭൂട്ടോ ചെയ്യുന്നത്. അവിടെ വാസ്തവം പറഞ്ഞാൽ സൈന്യത്തെ വെല്ലുവിളിച്ച ഇമ്രാൻഖാന്റെ അവസ്ഥ ബിലാവൽ മറന്നുപോയിട്ടുണ്ടോ? ബിലാവൽ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തർ. ഈ സൈന്യത്തിനൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് ഈ അട്ടിമറിയൊക്കെ നടത്താം. സൈന്യം എന്താണ്, അച്ചടക്കമുള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അത് മുകളിൽ നിന്ന് കൊടുക്കുന്ന ഉത്തരവുകൾ താഴെ തട്ടിലുള്ളവർ പാലിക്കും. ജനക്കൂട്ടം അങ്ങനെയല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇമ്രാൻ ഇപ്പോൾ എവിടെയാണ്? ജയിലിലാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ജനങ്ങളെക്കാൾ അവിടെ ശക്തി ഇപ്പോൾ സൈന്യത്തിനാണ്. പക്ഷെ സൈന്യത്തിനേക്കാളും ശക്തി ജനങ്ങൾക്കുണ്ടാക്കാം. അവരെ നയിക്കാൻ ഒരു നല്ല നേതാവ് വന്നാൽ, അവരെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു നേതാവ് വന്നാൽ, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നേതാവ് വന്നാൽ ജനം അവരുടെ കൂടെ നിൽക്കും. ഒരു സിനിമയിൽ പറയുന്നത് പോലെ ആൾക്കൂട്ടത്തിന് ബുദ്ധിയില്ല, തനിയെ താൻ ബുദ്ധി എന്ന് പറയുന്നത് പോലെ വ്യക്തികൾക്കേ ബുദ്ധിയുള്ളൂ. ആൾക്കൂട്ടം ഒത്തുചേരുമ്പോൾ അതിന് ബുദ്ധിയില്ല. ആ ആൾക്കൂട്ടത്തെ നയിക്കാൻ ഒരു നേതാവ് വേണം. ആ നായകനാണ് ബുദ്ധിമാനാകേണ്ടത്. ആ നായകൻ്റെ ബുദ്ധി ആൾക്കൂട്ടത്തെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. ഇവിടെ ബിലാവൽ ഭൂട്ടോയും അതുതന്നെയാണ് ലക്ഷ്യമിടുന്നത്. അവിടെ ഇമ്രാൻഖാൻ ചെയ്തു തുടങ്ങിയത് ബിലാവൽ ഭൂട്ടോ തുടരുന്നു എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ സൈന്യത്തിനെയും ഈ പറഞ്ഞതുപോലെ ഭീകര സംഘടനകളെയും ഒക്കെ അത്യാവശ്യം എതിർത്തത് കൊണ്ടാണ് ഇമ്രാൻഖാന് ഇന്ന് ജയിലിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത്. അത് ഈ പാക് ചാരസംഘടനയായ ISIയുടെ കുത്തിത്തിരിപ്പുകളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അവിടെ ഇന്നിപ്പോൾ അത് ഒരു ഇമ്രാൻഖാൻ പറഞ്ഞു, ഇന്നലെ അത് ഒരു ഇമ്രാൻഖാൻ പറഞ്ഞു, ഇന്നത് ബിലാവൽ ഭൂട്ടോ ആവർത്തിക്കുന്നു, നാളെ മറ്റു പലരും പറയും. അപ്പോൾ ഇവിടെ എല്ലാം ഈ രാഷ്ട്രീയമായ ഒരു ഐക്യവും ശക്തിയും അവിടെ ഉണ്ടായാൽ ഈ സൈന്യത്തിനെ അവർക്ക് വരുതിയിൽ നിർത്താൻ പറ്റും. ഈ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തുടരുന്നൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിടുവിച്ച് അതിനെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കിയാൽ തന്നെ പാകിസ്ഥാനിലെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കും. ഈ ഭീകരതയൊക്കെ കാലക്രമേണ ഇല്ലാതെയാകും എന്ന് തീർച്ചയാണ്. ഒരു പക്ഷേ ബിലാവൽ ഭൂട്ടോയുടെ നീക്കം അതിനാണെങ്കിലും നമുക്കറിയില്ല. എന്തായാലും ബിലാവൽ ഭൂട്ടോ ഇപ്പോഴത്തെ സർക്കാർ ഷഹബാസ് ഷെറീഫിനെ മുൾമുനയിൽ നിർത്തുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അൽ ജസീറ TV-യുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും സർക്കാരിന് വലിയ പരിക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്.